ഹലോ ഗായ്സ്, പൊളിക്കാനും പൊളിച്ചതിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളൊന്ന് പിന്നെയും വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബേറ്റ വേർഷനായിട്ട്. അപ്പോൾ ഗായ്സ് നമ്മളൊന്ന് വെറുതെ വന്നിക്കല്ല, അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിക്കണത്. എന്തായാലും ഗായ്സ് വീഡിയോയിൽ ഇങ്ങനെ പോയി കണ്ട് തന്നെ പറയാം. അപ്പോൾ ഗായ്സ് എന്തായാലും ഗായ്സ് വീഡിയോ കാണുന്നതിന് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗായ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങൾ ഇരുന്ന് കണ്ടു നോക്ക്. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ട്രഷർ ഹൗസ് ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും ഗൈസ് നാളെ എന്തായാലും വരും തന്നെ ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു ട്രഷർ ഹട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ്ട്. ട്രഷർ ഹട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്താണ് നമ്മൾ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഒരു പെരയിൽ കൊണ്ടുവയ്ക്കുക, അങ്ങനത്തെ ആയിട്ടൊരു പെര ഉണ്ടാക്കുന്ന പറഞ്ഞാണ്ട്. പിന്നെ അതേപോലെ ഗൈസ് ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് ഈ ഒരു സ്കിന്ന് എങ്ങനെ കിട്ടുമെന്ന്. എന്തായാലും ഗൈസ് വീഡിയോൻ്റെ ഇതിൽ പറയുന്നുണ്ട്, എന്തായാലും ഗൈസ് സ്കിപ്പ് അടിച്ചാണ്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ ഗൈസ് വേറൊരു ചെറിയൊരു മോഡാണ്, എന്തായാലും ആ വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് വേൾഡ് പോയിട്ട് ഗൈസ് നമ്മളെങ്ങനെ വേൾഡ് എത്തിയിരിക്കും, നമ്മളെ ഹംദ് വേൾഡ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗൈസ് ഒരു മോഡ് ഉണ്ടെന്ന്. മോഡ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഇത് ഈ ഒരു ടോർച്ചാണ്. നിങ്ങൾക്ക് കാണാൻ ഒരു ടോർച്ചിൻ്റെ ഒരു പേര് ടോർച്ച് ലെഫ്റ്റ് ഹാൻഡ് എന്നാണ്. ഇത് ഗൈസ് ഒരു ചെറിയൊരു മോഡാണ്, കാരണം ഇത് ജാവ വേർഷനായിട്ട് കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡിൽ പോയി ടോർച്ച് പിടിക്കാം. അതേപോലെ ഗൈസ് ചെറിയൊരു ബഗ് ഉണ്ടാവും, എന്തായാലും ക്ഷമിക്കണം. ഞാൻ അപ്പോൾ ഇവിടെ നിന്നാലും ഇങ്ങനെ ഇതിങ്ങനെ പോകും, നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല, ഒരു ചെറിയൊരു ബഗ്ഗാണോ എന്ന് ക്ഷമിക്കണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കയ്യിലുള്ളൊരു ടോർച്ച് എന്ന് പറയണത് ഇതാണ് ജാവ വേർഷനായിട്ട്. കാരണം നമ്മളിപ്പോൾ കേവിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ ഗൈസ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തും. ഗൈസ് സൂപ്പറല്ലേ, നല്ലൊരു രസമുള്ള മോഡാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിവിടെ അയൺ ഉണ്ടോ എന്ന് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും കാര്യത്തേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിരുന്നു ഗൈസ്, നമ്മളൊരു ട്രഷർ ഹട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വുഡും കാര്യങ്ങളൊക്കെ കുറേ കളക്ട് ചെയ്യാണ്ട്. ഗൈസ് നിങ്ങൾക്ക് ഈ മോഡ് ഇഷ്ടമായ നല്ല ലൈക്ക് ചെയ്ത് ഇങ്ങോട്ട് അറിയിച്ചുകൊണ്ട് ഗൈസ്. ഇതെന്താ ഇവിടെ ഗൈസ് വേറെന്തൊരു വേൾഡാണ്, കണ്ടിട്ട് കഥ തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അയണും ഫുള്ളും പൊട്ടിക്കാം. ഇവിടെ ഫുൾ അയണല്ലോ, കിട്ടി ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെ സ്ഥലത്തേക്ക് പോവാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്രഷർ ഹട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ടോർച്ച് ഗൈസ് നല്ല ഉപകാരമാണ്. അപ്പോൾ ഗൈസ് ബാക്കി വീടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റിൽ സ്കിൻ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ബേസിക്കും കാര്യങ്ങളായിട്ടാണ് ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഗൂഗിൾ ക്രോം ഉണ്ടാവുമല്ലോ, ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൈൻക്രാഫ്റ്റ് സ്കിൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഹോം പേജാണ്, സെർച്ച് ബാർ പോവുക, നമ്മളെന്ത് ചെയ്യുക മൈൻക്രാഫ്റ്റ് സ്കിൻസ് നടിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, സ്കിൻ ടെക്സ്റ്റ് എന്ന് കണ്ടിട്ട് അതിമ നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിന്ന് വേണമെങ്കിൽ ഗൈസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. നമുക്കിപ്പോൾ ഗെയിമർ ഇല്ലാത്തല്ല സൈതാമ എല്ലാ ഇതുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ എടുക്കാം, എന്താ ഇപ്പോൾ എൻ്റെ പേര് സ്പൈഡർമാൻ വെറുതെ അടിച്ചുകൊടുത്ത് സ്പൈഡർമാൻ അടിച്ചുകൊടുത്താൽ ഗൈസ് ഇവിടെ നമുക്ക് കുറേ സ്പൈഡർമാൻ്റെ സ്കിൻ കാണാണ്ട്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ഡ്രീം അടിച്ചു കൊടുക്കാം. ഡ്രീമിൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഗൈസ് ഇതവിടെ ഡ്രീം കുറേ ക്യാരക്ടറും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു ഡ്രീം എടുക്കാം. ഇതാണ് നമ്മളെ ഡ്രീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫുള്ള് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട്, ആൾ കുഴപ്പമൊന്നുമില്ലല്ലോ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് മനസ്സിലാവും 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എഡിറ്റ് സ്കിന്നുണ്ട്. എഡിറ്റ് സ്കിന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്കിന്ന് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ വാർഡബിൾ ഉണ്ട്, വേറെന്തൊരു ഓപ്ഷനാണ്. ഇതിൽ അപ്ലോഡ് ടു minecraft.net ഉണ്ടാവും. അതിന് നിൽക്കാൻ കുറച്ച് റിസ്ക് ആക്കാരും കിട്ടാൻ. അപ്പോൾ എന്ത് ചെയ്യാം ഗൈസ്, നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷന്മേൽ നിൽക്കുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷന്മേൽ നിൽക്കുക ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആയിട്ടാണ് കാണാം, ഇങ്ങനെ ഇതായിട്ട് കാണും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സൂം ചെയ്യാം, എന്നിട്ട് ഈ ഒരു ഇമേജും വലിയ നെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക ഗൈസ്, ഡൗൺലോഡുമ്പോൾ നിൽക്കുക. അപ്പോൾ ഇമേജ് അവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി അടുത്ത ഗൈസ് നമുക്ക് ഗെയിമിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ മൈൻക്രാഫ്റ്റ് എത്തിയേക്കണു. ഇനി ഇവിടെ എന്ത് ചെയ്യുക ഗൈസ്, നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ പോവാം. ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഓപ്ഷന് ഇതുമ്പോൾ നിൽക്കുക. അപ്പോൾ ഇവിടെ കുറേ ഇതുണ്ടാവും. അപ്പോൾ ഓണഡ് സ്കിന്ന് എന്നുണ്ടാവും. അപ്പോൾ ഇമ്പോർട്ട് സ്കിന്ന് നിങ്ങൾക്ക് കാണും. ഇതിൽ ചൂസ് സ്കിന്ന് നിൽക്കുക. ചൂസ് ന്യൂ സ്കിന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് ഗാലറി പോവാം. അപ്പോൾ ഗാലറി പോയാൽ ഗൈസ്
നിങ്ങൾക്ക് കാണാം. ഒന്ന് തകർക്കട്ടെ. ഇപ്പോൾ ഗാലറി പോയാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് ഇവിടെ ക്ലിയറായി വരുന്ന നിങ്ങൾക്ക് കാണാക്കാരും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ഡ്രീമിൻ്റെ എടുക്കുക. ഡ്രീമിൻ്റെ ആ ഫോട്ടോ മാത്രം നിൽക്കിയാൽ മതി. നിൽക്കിയിട്ട് ഇതാ പിന്നെ നമ്മൾ ഗെയിമിൽ തന്നെ അങ്ങനെ പോകും. ഗെയിമിലേക്ക് പോയ ഗൈസ് ഇവിടെ ചോദിച്ചു നിങ്ങൾക്ക് ഏത് സ്കിന്നാണ് വേണ്ടതെന്ന്, ഏത് മോഡലാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്കിന്ന് പറഞ്ഞെടുത്താൽ ഇതാണ് ഗൈസ്, നമുക്ക് സ്കിന്ന് കിട്ടിയിരിക്കും നമ്മളെ ഡ്രീമിൻ്റെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര ചെറിയൊരു പണിയുള്ളൂ, വലിയ റിസ്ക് ഒന്നുമില്ല. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതാ ഈ സ്കിൻ ഇങ്ങനെ കിട്ടി. ഇതന്നെ കിട്ടുക, നമ്മൾ ഒരു വട്ടം എടുത്താൽ പിന്നെ നമുക്ക് തന്നെ കിട്ടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഗൈസ് ബാക്കി വീഡിയോകൾ കണ്ടോളൂ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെയും വെച്ചു, എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഈ ഒരു ടോർച്ച് ഇതാവും കേട്ടോ, ഈ 2 ടോർച്ചും ആവും ഇതും ആവും. പക്ഷെ ഇത് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിങ്ങാണ്ട് ഈ റൈറ്റ് ഹാൻഡും കൊണ്ട് ഗൈസ് നമുക്ക് പണിയെടുക്കാം. എന്തായാലും ഒരു സൂപ്പർ ഇതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ചെയ്തല്ല, വേറെ യൂട്യൂബർ ചെയ്താണ്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഗൈസ് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് ട്രഷർ ആർട്ട് ഉണ്ടാക്കണം. അതിന് മുമ്പൊന്ന് രാവിലെ ആകട്ടെ, രാവിലെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ രാവിലെ ആയിരിക്കുന്നു. നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം, ആദ്യം വുഡ് കളക്ട് ചെയ്യണം. ആദ്യം നമ്മുടെ അടുത്ത് എത്ര വുഡ് ഉണ്ടാകട്ടെ, 4, 4, 1 ആകെ കുറച്ചുള്ളൂ ഗൈസ്. നമുക്ക് നമ്മളെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇതിൽ എത്ര ഉണ്ട് നോക്കാം. ഇതിലില്ല, ഇതിൽ തന്നെയാണ് ഞാൻ ലാസ്റ്റ് വെച്ചിന്ന് ഗൈസ്. ഇതിൽ വുഡില്ല, ഇതിലുണ്ടോ? അതിലില്ല ഗൈസ്, ഒന്നിലും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് വുഡ് പോയെടുത്തോണ്ടണം. നമുക്ക് ഇപ്പോൾ ടോർച്ചിൻ്റെ ആവശ്യമില്ല, രാത്രിയാണ്. നമുക്ക് കേക്കൊക്കെ പോകുമ്പോൾ ഗൈസ് നല്ലൊരു ഉപകാരമാണ്. കാരണം എപ്പോഴും നമുക്ക് ഓരോ ടോർച്ച് ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. ഇത് പിന്നെ ഒരൊറ്റ ടോർച്ചും കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ട്രീൻ്റെ അങ്ങോട്ട് പോവാം. നമുക്ക് ആദ്യം തേനിച്ചുണ്ടെന്ന് ഇറങ്ങിക്കോട്ടെ. ഇല്ല ഗൈസ്, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ട്രീ ഫുള്ള് മുറിക്കണം. പിന്നെ എന്താണ് പറയുക, ട്രീ ആകെ തന്നെ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോ കേട്ടെ, ഞാൻ ട്രീ ആകെ ഉള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും ഇത് മൊത്തം മുറിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മരം മുറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സ്റ്റാക്കല്ല, 2, 3 സ്റ്റാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മരമല്ല, ഈ ലോകമല്ല ഞാൻ പറഞ്ഞത്, മറ്റേ വുഡ് എന്താ പറയുക, പ്ലാങ്ക് ഒരു സ്റ്റാക്കിൻ്റെ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട്. ആപ്പിൾ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലോഗ് കൂടി ചാടിയല്ലോ, കാണും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എല്ലാ ലോഗും എടുത്തു, 28 ലോഗ് ഇത്രയും കിട്ടും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. നമുക്ക് ബക്കറ്റ് ഇവിടെ വെക്കാം. ഇതെങ്ങനെ പിന്നെയും ചാടി. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ബക്കറ്റ് അടച്ചു. ഇനി അടുത്ത നമുക്ക് ഇത്രയും ഇതുണ്ടാക്കണം. ഇതുകൊണ്ട് എന്തായാലും ഗൈസ് വലിയൊരു തന്നെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വുഡപ്പോൾ അങ്ങോട്ട് പോണ്, അങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇത്രയും വുഡുണ്ട്, 2 സ്റ്റാക്ക് ഏകദേശം വുഡുണ്ട്. നമുക്ക് എവിടെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അത് ഗൈസ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. നല്ലൊരു സ്ഥലം നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പെരൻ്റെ ബാക്കിൽ ഒരു സീക്രട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാം. എന്തായാലും നോക്കട്ടെ, നമുക്ക് എവിടെ ഇപ്പോൾ ഉണ്ടാക്കണമല്ലോ. അയ്യോ, അറിയാണ്ടെടുത്തതാണ്. ഇവിടെ തന്നെ വെക്കാം. 1, 2 നമുക്ക് എവിടെ ഉണ്ടാക്കേണ്ടതെന്നുള്ള സ്ഥലം നോക്കട്ടെ. പിന്നെ ഇവിടെ നമുക്ക് എന്തായാലും ഗൈസ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാക്കാം, അതാ നല്ലത്. വില്ലേജറൊന്ന് മാറി തരും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കല്ലേ. ഞാൻ ആദ്യം ഗൈസ് കുഴിച്ചു പോട്ടെ. വാ, ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു ട്രാപ്പ് ഡോർ വെക്കുക. ഒന്നുകൂടി കൊയ്ക്കേ, അതാണ്ട് ചേടാ നമ്മുടെ അടുത്ത് ഇതുണ്ട്. ഇതിങ്ങനെ പോയിക്കോട്ടെ. എന്നിട്ട് ഒരു ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നിർത്താം. ഇത് മതി ഗൈസ്, ഇത്ര വലിപ്പം മതി. നമുക്കിവിടെ ഒരു കോണി വേണമെങ്കിൽ വെക്കാം. ഞാൻ എന്ത് ചെയ്യാം, നല്ല ടേസ്റ്റ്. നമുക്കിവിടെ മൊത്തം ഒന്ന് വലുതാക്കാണ്ട്, എന്നിട്ട് വുഡ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്നൊരു ചൊറുക്കുള്ള രീതിയിലാക്കാം. ഞാൻ ഗൈസ് വേറൊരു കാര്യം മറന്നല്ലോ. ഞാൻ പോയിട്ട് മറ്റെടുക്കട്ടെ, എന്താ പറയുക, ഈ ഗ്രാസ് ഡേർട്ടില്ലേ, ഡേർട്ട് പൊട്ടിക്കാൻ.
പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കട്ടെ. എവിടെ 1 പിന്നെ 2 ഗൈസ്. അത് റെഡിയായി. നമുക്ക് എന്തായാലും ഒന്നും കൂടി പോകാൻ തന്നെ. ഇത് പൊട്ടിക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ വേഗം പണി കഴിയുവേ. അതാകെ തിരുവുള്ളതിൻ്റെ ലൈഫ് അറിയുന്നതന്നെ. ചേടാ ഇതിപ്പോഴും ഒന്ന് കൂടി ഇത് ഇവിടെ ഒന്നുമില്ലേ. ഇപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിവിടെ മൊത്തം നിരത്തണം. നിങ്ങൾ തന്നെ ഗൈസ് കണ്ടോളൂ. നമുക്ക് എന്ത് ചെയ്യാം, എത്ര വലുപ്പമാണെന്നാലും ആദ്യം നോക്കട്ടെ. ഇത് നടു 1 2 3 ഇവിടെയും കറക്റ്റ് ഇതാക്കട്ടെ. അയ്യോ, ഇതാണ് ഗൈസ് വലിപ്പം എന്ന് പറയുന്നത്. ഇത് മതി എന്നൊക്കെ തോന്നും. മറ്റേ പൊട്ടി ഗൈസ്. ഇവിടെ ചെറിയൊരു ഇട്ടിട്ട് നമ്മളെ ടോർച്ച് എടുക്കട്ടെ. ടോർച്ചാണല്ലോ നമ്മളെ മെയിൻ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ പണിയെടുക്കാം. എന്തായാലും ഒരു സൂപ്പർ ഐഡിയ ആണ്. നമുക്ക് എന്തായാലും ഇവിടെ മൊത്തം ഇങ്ങനെ പൊട്ടിക്കണം. ഇത്ര വലിപ്പം മതിയോ? അല്ലെങ്കിൽ ഗൈസ് നമുക്ക് കുറച്ചുകൂടി വലിപ്പമാക്കാം. കാരണം വുഡ് നമ്മുടെ അടുത്ത് എന്തായാലും തോനുണ്ട്. ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയറൻസ് ചെയ്യണം. ഇവിടെ 2 പൊട്ടിക്കട്ടെ. 1 2 ഇത് മതി ഗൈസ്. എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഇതാക്കണം. അതാണ് നമുക്ക് ഇനി വേണ്ടത്. ഞാൻ ഫുള്ളും പൊട്ടിക്കട്ടെ. ഇത് ഒറ്റതാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബഗ് ഉണ്ടാവും. എന്തായാലും ക്ഷമിക്കണം ഗൈസ്. കാരണം വേർഷൻ ഞാൻ പറഞ്ഞുതരാം, അത് 1.21 അപ്പോൾ ചെറിയൊരു ബഗ്ഗും കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ലാഗും കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും ഉള്ളതാണ് ഇതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ പൊട്ടിക്കുക. ഓ ഗൈസ് നമ്മൾ അവിടെ പൊട്ടിച്ച കുറച്ച് കറക്റ്റ് തന്നെ ആയിരുന്നു. അയ്യ അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് ഇതാക്കിക്കണു. എൻ്റെ മോനെ ഇത് പിന്നെ സെറ്റായില്ല ഗൈസ്. വാട നമ്മളെന്ത് ചെയ്യണം, മേലത്തെ കൂടി പൊട്ടിക്കണം. പിന്നെ അടിയത്തെ പൊട്ടിച്ചിങ്ങാണ്ട് ഒരു ലെയർ കൂടി താത്തണം. കുറച്ച് വലിപ്പം വേണം ഗൈസ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പൊട്ടിക്കട്ടെ ഞാൻ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ രാവിലെ ആയിക്കണു. കുറേ പണി പൊട്ടിക്കൊണ്ടു. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ വിചാരിക്കണു. അപ്പോൾ കുറേ പണി ഉണ്ടായിരുന്നു. ഞാൻ വുഡൊക്കെ പിന്നെടുത്തിടുന്നു. കാരണം നമ്മളടുത്ത് ഉള്ളതൊന്നും പോരാ. ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഇനിയും വേണ്ടി വരും തോന്നുന്നു. കാരണം കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വേണ്ടല്ലേ. ഇത് ഞാൻ അറിയാണ്ട് എടുത്ത് പോകുന്നതാണ്. അവിടെ തന്നെ വെക്കണ്ടായിരുന്നു, പക്ഷെ അറിയാണ്ട് എടുത്ത് പോകുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിക്കണു. മേലെ ഫുൾ സെറ്റായിക്കണു. ഇനി ഇവിടെ മൊത്തം സെറ്റാക്കണം, ഇവിടെ സെറ്റാക്കണം, ഇവിടെ സെറ്റാക്കണം, ഇവിടെ സെറ്റാക്കണം. അതിനൊന്നുള്ള വുഡില്ല, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യുക ഗൈസ് എടുക്കുക. ഞാൻ എന്താ ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, അടിയിലത്തെ ലെയർ കൂടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. കുറച്ച് പണിയുള്ള കാര്യമാണ്, എന്തായാലും ചെയ്യലേ പറ്റൂ. എന്തായാലും ഗൈസ് ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നോക്കട്ടെ, സെക്കൻഡ് പാർട്ട് എന്തായാലും ഗൈസ് ഞാൻ ഈ വീഡിയോക്ക് എന്തായാലും ഇടുന്നാക്കാരും. കാരണം ഇതും കൊണ്ടൊന്നും നമുക്ക് റെഡി ആവില്ല, കാരണം കുറേ പണിയുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തായാലും വരുന്നാക്കാരും. അപ്പോൾ നമ്മൾ ഫുൾ ഇത് പൊട്ടിക്കട്ടെ. അയ്യോ, അയൺ പിക്കേക്സ് ഇട്. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം കുറേ പണി ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ചെങ്ങാണ്ട് നിർത്തുകയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഗൈസ് നാളെ എന്തായാലും വരുന്ന ആക്കാരും. അപ്പോൾ
എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ടോർച്ചിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക. ഒരു ഫുൾ വീഡിയോ ആണ്, അതിൽ കണ്ടുകൊണ്ട് ഗൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവും സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ എന്തായാലും ഗൈസ് അവിടെ വെച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും നാളെ എന്തായാലും വരുന്നേക്കാരും. അപ്പോൾ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.